നിവേദ്യം കൊടുക്കുമ്പോഴും ഉപദേവന്മാർക്കെല്ലാം നിവേദ്യം ചെയ്തതിന് ശേഷമേ പ്രധാന ദേവന് നിവേദ്യം ഉണ്ടാവുള്ളൂ. മണി നമ്മുടെ മലയാള സമ്പ്രദായത്തിൽ മണി അടിക്കരുതെന്നാണ് പറയുക. മണി അടിച്ചു തൊഴുന്നത് അത് പൂജയുടെ ആവശ്യത്തിന് മാത്രമാണ് ശരിക്കും മണി ഉപയോഗിക്കാവൂ. അതായത് ഈ ദേവൻ്റെ ഒരു തരി മണ്ണ് പോലും ഞാൻ കൊണ്ടുപോകുന്നില്ല, അങ്ങ് തന്ന പ്രസാദം മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. നമസ്തേ തിരുമേനി. നമസ്കാരം. ഒരാൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് തുടക്കം ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു, ക്ഷേത്രത്തിൻ്റെ നടയിൽ തൊട്ട് തൊഴുതിട്ടായിരിക്കും കയറുന്നത്, അങ്ങനെയാണോ? ഇല്ലെങ്കിൽ നടയിൽ ഭഗവാന്റെ വാഹനം ഉണ്ടായിരിക്കും, അത് ഇല്ലെങ്കിൽ കൊടിമരം ഉണ്ടാവും, അപ്പോൾ അവിടെയൊക്കെ തൊഴാമോ? അത് എവിടെയാണ് ആദ്യം തൊഴേണ്ടത്? എങ്ങനെയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്? അതൊരു ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ ആദ്യം ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം ശുദ്ധിയാണ്, ശരീരശുദ്ധി. ശരീരം ശുദ്ധിയായതിന് ശേഷമേ അകത്ത് പോകാവൂ. അതെ. വീട്ടിൽ അശുദ്ധിയുണ്ട്, വീട്ടിൽ കുളിച്ചു, അവിടുന്ന് കിട്ടുന്ന ടെസ്റ്റ് എടുത്തു, നമ്മൾ കുളിച്ചിട്ട് അമ്പലത്തിൽ വരുന്നതെന്ന് പറയും. പക്ഷെ നമ്മുടെ വീട്ടിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ആ അശുദ്ധിയുള്ള ആ വ്യക്തിയായിരിക്കും നമുക്കെടുത്ത് വസ്ത്രം തരുന്നത്. കാരണം ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലിയാണ്, അപ്പോൾ 1, 2, 3 ആളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത് ആ വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ വരുന്നത് തെറ്റ് തന്നെയാണ്. മനസ്സിലായി? നേരെ മറിച്ച് ക്ഷേത്രത്തിൽ വന്നു, മിക്കവാറും ക്ഷേത്രങ്ങളിൽ അമ്പലക്കുളം ഉണ്ടാവാം, ആ കുളത്തിൽ ശുദ്ധമായിട്ട് മുങ്ങിക്കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്ന പോലെ ഒരു പുണ്യപ്രവൃത്തി മറ്റൊന്നുമില്ല. ഏറ്റവും ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ മേക്കാട് പോകുന്നു, പാമ്പുമേക്കാട് കുളിച്ച് തൊഴാൻ പോയി, അവിടെ തൊഴാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു രീതി എങ്ങനെയാണ്? കുളത്തിൽ പോയിട്ട്, അത് നമ്പൂതിരിമാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവിടെ ജാതി മതം അല്ല പ്രശ്നം, ആ ക്ഷേത്രത്തിൽ മുങ്ങിക്കുളിച്ച് തോർത്തി, അത് വേറെ വഴിയാണ്, പിന്നെ മറ്റൊരു വഴിയിലൂടെയാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ശരീരശുദ്ധി പരമപ്രധാനമാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തിനുള്ളൂ. ബാക്കി ചെയ്യുന്നതെല്ലാം ഭഗവാൻ ശുദ്ധി സഹിക്കില്ല എന്നാണ് പറയുന്നത്. അശുദ്ധിയുള്ളവർ വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഉപദേവന്മാരെ എല്ലാം ദർശിച്ചതിന് ശേഷമേ പ്രധാന ദേവനെ തൊഴാവൂന്നാ പറയുന്നത്. ആദ്യം ഈ വിഘ്നേശ്വരനെ തൊഴണമെന്ന് പറയില്ല, അത് ഉപദേവനാണല്ലോ. വിഘ്നേശ്വരനെ അതിപ്പോൾ അതാണ് വിഘ്നങ്ങൾ തീരാനുള്ള ഇതായിട്ട്. അപ്പോൾ ഉപദേവനിൽപ്പെട്ടു. ചിലയിടത്ത് ശാസ്താവാം, ചിലയിടത്ത് ഭഗവതി ഉണ്ടാവാം, ചിലയിടത്ത് വിഷ്ണു ആവാം, ചിലയിടത്ത് ശിവനാവാം, ഏതെങ്കിലും ഒരു ദേവൻ ഉപദേവന്മാരുണ്ടാവുമല്ലോ അവിടെ. ആ ഉപദേവന്മാരെ എല്ലാം തൊഴുത് ശേഷം പ്രധാന ദേവനെ തൊഴുതാലാണ് അത്ര ഫലപ്രാപ്തി കൂടുന്നത് എന്നാണ് ആചാര്യന്മാർ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷെ പല ക്ഷേത്രത്തിലും ചിലപ്പോൾ അതിന് സാധിച്ചോളുന്നില്ല. ഇപ്പോൾ ഉദാഹരണം ഗുരുവായൂരമ്പലം. ഗുരുവായൂരമ്പലത്തിൽ പോയി ഉപദേവന്മാരെ എല്ലാം തൊഴുത് ഉള്ളിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പോയി നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. സാധിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ പോവാം. എല്ലായിടത്തും നമ്മളിപ്പോഴത്തെ ഇതിൽ സാധിച്ചോളുന്നില്ല. ഉപദേവന്മാരെ എല്ലാം ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷമേ പ്രധാന ദേവനെ തൊഴാവുന്നതാണ് പറയാം. അതേപോലെ നിവേദ്യങ്ങളും അതെ, ശ്രദ്ധിച്ചോളൂ. നിവേദ്യം കൊടുക്കുമ്പോഴും ഉപദേവന്മാർക്കെല്ലാം നിവേദ്യം ചെയ്തതിന് ശേഷമേ പ്രധാന ദേവന് നിവേദ്യം ഉണ്ടാവുള്ളൂ. അതിന് ചെറിയൊരു സിമ്പിളായിട്ട് തമാശ രൂപത്തിലുള്ളൊരു ഉദാഹരണം പറയാം. മക്കളെല്ലാവരും കഴിച്ചാലേ അച്ഛനമ്മമാർ കഴിക്കുള്ളൂ. അതെ അല്ലേ? ശരിയായ രീതി അതാണ്. മക്കൾക്കെല്ലാം കൊടുത്തു, അവർക്ക് സന്തോഷമായി, പിന്നെ അച്ഛനും അമ്മയും കഴിക്കും, അല്ലേ? അത് തന്നെയാണ്, അതുപോലെ തന്നെ ഇതാക്കുക. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ തൊഴുതു വന്ന് പ്രധാന ദേവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴായിരിക്കും തിരുമേനി അകത്ത് നിന്ന് വന്നിട്ട് തീർത്ഥവും തന്നു പ്രസാദവും തന്നു. അപ്പോൾ നമ്മൾ ഈ തീർത്ഥം എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? കുടിക്കുകയാണോ ചെയ്യേണ്ടത്, അതോ ദേഹത്ത് തളിക്കുകയാണോ? തീർത്ഥം സേവിക്കുക. പക്ഷെ അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തീർത്ഥം മൂത്രമാവരുത്, പ്രസാദം മല ആവരുത് എന്നാണ് പറയാം. അത്രേ ചെല്ലാവൂ. തീർത്ഥം നമ്മൾ സേവിക്കുമ്പോൾ അത് അത്രയും നമ്മുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ അത് ബാക്കി എന്ത് ചെയ്യും? ചില ക്ഷേത്രത്തിൽ പോയി നിറച്ച് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? താഴ്ത്തിട്ട ബാക്കിയുള്ളവർ ചവിട്ടും,
ഇല്ലേ? അതെ. അപ്പോൾ ആ ചവിട്ടാതിരിക്കാൻ എന്ത് ചെയ്യും? സ്വന്തം ശിരസിൽ വയ്ക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. പ്രസാദം ബാക്കി വന്നാലോ? പ്രസാദം ചന്ദനമൊക്കെ തന്നു. ദേഹത്ത് ധരിക്കുക തന്നെ വേണം. അത് ദേഹത്ത് പുരട്ടി അങ്ങ് തീർത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ മടക്കി നമ്മുടെ വീട്ടുകളിൽ കൊണ്ടുപോകാം, ഭവനത്തിലേക്ക് കൊണ്ടുപോകാം. ക്ഷേത്രത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ല. പാടില്ല. ഇതന്നെ ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മൾ ക്ഷേത്രത്തിൽ പ്രസാദം ഇട്ടു, പൂവിട്ടു, അത് ദേവനെ പൂജ കഴിച്ച പൂവാണ്, ദേവന് ചാർത്തിയ ചന്ദനമാണ്. അതെ. അത് നമ്മൾ ഇത് ചെയ്തു, കുറേ വേസ്റ്റായിട്ട് തള്ളിയിട്ടു, അതവിടെ ആൾക്കാർ ചവിട്ടുന്നു. ഈ ചവിട്ടുന്നത് പവിത്രമായ ഒരു വസ്തുവിനെയാണ് ചവിട്ടുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോയി ഇത് ഉപേക്ഷിച്ച ആൾക്കും ചവിട്ടിയ ആൾക്കും അതിൻ്റെ ദോഷമാണ്. അതെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രദക്ഷിണം ചെയ്ത് വരുമ്പോഴാണ് ഈ ഭഗവാന് അഭിഷേകം ചെയ്തിട്ടൊക്കെ ആ ഓവ് വഴി വെള്ളം പുറത്തേക്ക് വരും. ആൾക്കാർ അതെടുത്തിട്ട് സേവിക്കും. പാടില്ല എന്നാണ് എൻ്റെ പക്ഷം. എൻ്റെ പക്ഷം അതാണ്. കാരണം ഇത് ഓവിലൂടെ ഒഴുകി വരുന്നു. ഓവിലൂടെ ഒഴുകി വരുമ്പോൾ ഈ ശ്രീലകത്തു നിന്നാണല്ലോ വരുന്നത്. ഈ ശ്രീലകത്തു നിന്ന് വരുന്ന ഈ തീർത്ഥം ഓവിലൂടെ ഒഴുകി വരുമ്പോൾ ഇതും ശ്രീലകമായിട്ട് ബന്ധമുണ്ടല്ലോ. അതെ, ഉണ്ട്. അപ്പോൾ ശ്രീലകത്ത് അശുദ്ധി ബാധിച്ചു ഇല്ലേ? അതെ. അപ്പോൾ അശുദ്ധാവും. ആ തീർത്ഥം പിന്നെ എന്താണ് ചെയ്യുന്നത്? അത് ഒഴുകി മണ്ണിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിക്ക് അശുദ്ധമില്ലല്ലോ. ഇല്ല. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാലേ, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരുമുറ്റത്ത് ധാരാളം ജലം ഉണ്ടാവും. അതിലൂടെ ഭക്തനും നിൽക്കുന്നുണ്ടാവും, മേൽശാന്തി നിൽക്കുന്നുണ്ടാവും, വാരരും നിൽക്കുന്നുണ്ടാവും, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ അതിലൂടെ ക്രോസ് ചെയ്താൽ അശുദ്ധിയില്ല. ഭൂമിക്ക് അശുദ്ധി ഇല്ലാത്ത കാരണമാണത്. അതെ. നേരെ മറിച്ച് ആ വെള്ളം എടുത്ത് നമ്മൾ കൈകൊണ്ട് സ്പർശിച്ചാൽ മാറി അശുദ്ധിയായി. ഭൂമിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഭൂമിക്ക് പിന്നെ അശുദ്ധിയില്ല. അതാണല്ലോ നമ്മൾ പവിത്രം പൂജ അഴിച്ച് കഴിഞ്ഞാൽ ഈ പവിത്രം കെട്ടഴിച്ച് ഇടുന്നത്. ആ പവിത്രത്തിന് ഭൂമി ദേവിയാണത്. അപ്പോൾ ഭൂമി ദേവി അത് സ്വീകരിക്കുന്നതല്ല. ഈ പവിത്രം കെട്ടോടുകൂടി ഇട്ടാൽ അത് താങ്ങാനുള്ള ശേഷി ഭൂമി ദേവിക്കില്ല എന്നാണ് പറയുന്നത്. ഈ കർമ്മത്തിൻ്റെ ശക്തി അതിലുണ്ട്. അതെ. അതുകൊണ്ടാണ് ഇത് കെട്ടഴിച്ചിരുന്നത്. ഞാൻ ഇത് രണ്ടും കൂടി ഇതായിട്ട് പറയുന്നതല്ല, അതിൻ്റെ ആ ഭൂമി ദേവിയുടെ പവർ കാണിക്കുന്നത്. അപ്പം ഈ ജലാംശമോ ആയിക്കോട്ടെ അത് താഴ്ത്തു പോയി കഴിഞ്ഞാൽ ഖരാവസ്ഥയിലല്ലാതെ ജലത്തിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയിൽ ലയിച്ചാൽ അത് അശുദ്ധി മാറും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നു, അപ്പോൾ നടയിൽ ശ്രീകോവിലിൻ്റെ നടയിലായിട്ടൊരു മണി കെട്ടി തൂക്കുകയും അപ്പോൾ നമ്മളവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ വന്ന് ആ മണി അടിക്കുന്ന കാണാം. മണി നമ്മുടെ മലയാള സമ്പ്രദായത്തിൽ മണി അടിക്കരുതെന്നാണ് പറയുക. മണി അടിച്ചു തൊഴുന്നത് അത് പൂജയുടെ ആവശ്യത്തിന് മാത്രമാണ് ശരിക്കും മണി ഉപയോഗിക്കാവൂ. പൂജയുടെ ആവശ്യമായിട്ടാണ് മണി അടിക്കുക. അത് മലയാള സമ്പ്രദായത്തിൽ മണി അടിച്ച് തൊഴാൻ പാടില്ല. പിന്നെ മണി അടിച്ച് തൊഴും ക്ഷേത്ര ഊരാളൻ മണി അടിച്ച് നടയുടെ നേരെ നിന്ന് തൊഴില്ല, സൈഡിൽ നിന്നേ തൊഴുള്ളൂ. നമ്മൾ നടയുടെ നേരെ നിൽക്കാനും പാടില്ല, ഇപ്പം സൈഡിലേ നിൽക്കാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് പല ക്ഷേത്രങ്ങളിൽ പോയാൽ അറിയാം, കമ്പി വെച്ച് കെട്ടിയിരിക്കും. അതുണ്ടാവും. അകത്ത് നിന്ന് ഒരു പ്രത്യേക ഒരു ചൂട് നമുക്ക് തട്ടും. ആ ചൂട് നല്ലോണം തട്ടുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടേ ഫലമുള്ളൂ. കാരണം അവിടെ പവർ അവിടെ ഉള്ളൂ, ഭഗവാന്റെ പ്രഭ. ആ ഉള്ളിലത്തെ പോസിറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ ആ എനർജിയാണ് ആ പ്രവഹിക്കുന്നത്. അത് നേരെ വയ്ക്കുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ സൈഡിൽ നിൽക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് സൈഡിൽ നിന്ന് തൊഴണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ഈ ഊരാളനായാലും ബ്രാഹ്മണന്മാരായാലും മറ്റു ആരായാലും ക്ഷേത്രത്തിൽ തൊഴുമ്പോൾ സൈഡിൽ നിന്ന് തൊഴുക. അതാണ് നട ഒഴിഞ്ഞു നിന്ന് തൊഴാൻ പറയുന്നതിൻ്റെ കാരണം. ചിലർ കണ്ടിട്ടുണ്ട്, ഞാൻ നടയിൽ നിറച്ച് ആ നടം അങ്ങോട്ട് ഫുള്ളായിട്ട് അടഞ്ഞ് നിന്ന് തൊഴുന്നുണ്ട്. തെറ്റാണത്. മാറി നിന്ന് വേണം, സൈഡിൽ നിന്ന് തൊഴണം, അത്രേ പാടുള്ളൂ. അത് തെറ്റെന്ന് ദേവനോട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഇതിനോട് ചെയ്യുന്ന തെറ്റാണത്. മിക്കവാറും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് ഒരു കിണർ കാണും. അപ്പോൾ അവിടെ പലരും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ചിലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്തി നോക്കരുത്, അതിൽ വെള്ളം എടുക്കരുത്. അത് ശരിക്കും അത് മണിക്കിണറാണല്ലോ. ക്ഷേത്ര ദേവന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം, ദേവൻ്റെ കർമ്മങ്ങൾക്ക് ദേവൻ്റെ ക്രിയകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണല്ലോ. അതിനപ്പോൾ സ്പർശിക്കാൻ പാടില്ല. അതാ ക്ഷേത്രത്തിലെ വാര്യർ പോലും അതിൽ നിന്ന് വെള്ളം കോരില്ല. ദേവന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണത്. അതാണ് മണിക്കിണറിൻ്റെ പ്രത്യേകത. ദേവൻ നമ്മളിൽ നിന്നും വ്യത്യസ്തനാണല്ലോ.
അതെ അദ്ദേഹത്തിന് വേണ്ടി മാത്രം നമ്മൾ ക്ഷേത്രത്തിൽ കുളിച്ച് ശുദ്ധമായിട്ട് ഈറനോടെ തോർത്തെടുത്തോ തട്ടുകൊടുത്തോ അമ്പലത്തിൽ പോയി പൂജ കഴിക്കുന്നു. അതേപോലെ നമ്മൾ എടുക്കുന്നു ജലം, ആ ക്ഷേത്രത്തിനകത്തുനിന്ന് അത് അഭിഷേകം കഴിക്കുന്നു. അതെ അതേ ജലത്തിൽ നിന്ന് അതേ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടുപോയി നിവേദ്യം വെക്കുന്നു. ആ അതെ നിവേദ്യമാണ് ദേവന് കൊടുക്കുന്നത്. അതെ അപ്പോൾ അത് അശുദ്ധി വന്നാൽ പോയില്ലേ. ഞാൻ അതെ ആദ്യമേ പറഞ്ഞു, ഏറ്റവും പരമപ്രധാനമാണ് ശുദ്ധി. അതെ മനഃശുദ്ധി, ശരീരശുദ്ധി, സ്ഥലശുദ്ധി, കർമ്മശുദ്ധി, ദ്രവ്യശുദ്ധി, അതെ ഇല്ലേ? അതെ ഈ ശുദ്ധികളൊക്കെ പാലിക്കണം, എന്നാലേ അത് പരിപൂർണതയാവുള്ളൂ. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമായിട്ട് ഈ കല്ലുകൾ ഇങ്ങനെ പ്രത്യേക ബലിക്കല്ലുകൾ, ബലിക്കല്ലുകൾ, ഈ ഭൂതഗണങ്ങൾ എന്ന് പറയല്ലേ, അത് ഉണ്ടായിരിക്കും. അപ്പോൾ പലരും അതിനെ മുറിച്ച് കിടക്കാൻ പാടില്ല, അതിനകത്തൂടെ പോകാൻ പാടില്ല, പുറത്തൂടെ വേണം പോകാൻ അല്ലേ? ഇത് ബലിക്കല്ല് എന്ന് പറയുന്നത് ദേവൻ്റെ ഓരോ ഒരു സങ്കല്പത്തിൽ വയ്ക്കുന്നതാണ്. ഇപ്പോൾ അഗ്നികോണിലുള്ളതാണ്, അഗ്നികോണിൽ മാത്രമേ പൂജ സാധാരണ ഒരു മേൽശാന്തി കഴിക്കുന്നുള്ളൂ. അതെ നിവേദ്യം പകുതിയാക്കി ആ. നട അടച്ച് പുറത്തു വന്ന് അഗ്നികോണിലുള്ള ബലിക്കല്ലിൽ ഹവിസ് സമർപ്പിച്ച് മന്ത്രങ്ങളൊക്കെ ഉണ്ട്, മന്ത്രത്തോടുകൂടി സമർപ്പിച്ച് കൈകാല് കഴുകി ഇതാവുന്നു. പക്ഷെ അതേ ബലിക്കല്ല് അത് ദേവൻ്റെ ഒരു ഭാഗമാണല്ലോ. ആ. അതിൽ നമ്മൾ അറിയാതെ കാല് തട്ടിയാൽ കൂടി, നമ്മൾ നടന്നു പോകുമ്പോൾ കാല് തട്ടിയാൽ കൂടി കൈ തൊട്ട് തലയിൽ വെക്കരുതെന്ന്. തൊടാൻ പാടില്ല. ഞാൻ എൻ്റെ കാല് പങ്ങേ സ്പർശിച്ചു, കാലോട്ട് സ്പർശിച്ചു, എടുത്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യും, തൊട്ട് തലയിൽ വയ്ക്കും. ഇത് അതുകൂടി പാടില്ല. കാല് തട്ടിയാൽ തട്ടിക്കോട്ടെ, പിന്നെ മിണ്ടാതെ പോകാന്നുള്ളൂ. ഇതിനെ ക്രോസ് ചെയ്ത് പോകാനും പാടില്ല, മുറിച്ച് കിടക്കാനും ക്രോസ് ചെയ്യില്ല. ക്രോസ് ചെയ്ത് പുറകിൽ പുറത്തുകൂടെ വേണം. അത് വേണം. അപ്പോൾ ക്രോസ് ചെയ്ത് പോവാം. എവിടെ? ശിവക്ഷേത്രത്തിൽ. ശിവക്ഷേത്രത്തിൽ അതിന് പ്രദക്ഷിണത്തിന് ഒരു പ്രത്യേക രീതി തന്നെയുണ്ട്. പുറത്തേക്കൂടെ പോയി അതിൽ അങ്ങനെ അതിൻ്റെ ഒരു ക്രമമുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ ആ ക്രമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് പുസ്തകത്തിൻ്റെ പേര്? ബ്രാഹ്മണ അനുഷ്ഠാനങ്ങളും. അതിനകത്ത് ഇതിനെപ്പറ്റിയെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ആ പുസ്തകത്തിന് വേണ്ടിയിട്ട് 2014 ഞാൻ പ്രകാശനം നടത്തിയത്. അതിൽ ഞാൻ ഈ ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം വളരെ വൃത്തിയായിട്ട് അതിൽ നമ്പറിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതുപോലെ തന്നെ പിന്നെ ക്ഷേത്രത്തിന് പുറത്തിറങ്ങുന്നു, ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങും. പലപ്പോഴും ഈ ക്ഷേത്രത്തിന് അകത്തേക്കും പുറത്തേക്കും ഇറങ്ങേണ്ടത് ഒരേ മാർഗത്തിൽ തന്നെ ആയാൽ നമ്മൾ തിരിഞ്ഞിറങ്ങേണ്ടതുണ്ടോ? പുറകോട്ട് നടന്ന് അത് ദേവനെ നമ്മൾ പ്രശ്നം കാണിച്ച് ഇറങ്ങുന്നത് മോശം. അപ്പോൾ തിരിഞ്ഞ് തന്നെയാണ് ഇറങ്ങേണ്ടത്. പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം ചെയ്യുന്നുണ്ട്, പലരും ചെയ്യാറുണ്ട്. അത് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് പലർക്കും അറിയില്ല. നമ്മൾ ഇരുന്നു, ക്ഷേത്രത്തിലെല്ലാം കഴിഞ്ഞ് പുറത്തു വന്ന് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ടാവും. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കാല് ഒന്ന് തട്ടും, തമ്മിൽ തട്ടും. കാല് രണ്ടും കൂടി ഒന്ന് കൂട്ടി തട്ടിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പോരുള്ളൂ. എന്താ അതിൻ്റെ സങ്കല്പം എന്നറിയോ? ഇല്ല. അതായത് ഈ ദേവൻ്റെ ഒരു തരി മണ്ണ് പോലും ഞാൻ കൊണ്ടുപോകുന്നില്ല, അങ്ങ് തന്ന പ്രസാദം മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. വലിയ കൺസെപ്റ്റാണ്. അതാണ് അതിൻ്റെ കാരണം. അങ്ങയുടെ ആ പ്രസാദം അത് മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാനിവിടെ ഒരു തരി മണ്ണ് പോലും കൊണ്ടുപോകുന്നില്ല എന്നുകൊണ്ടാണ് ഈ കാല് തട്ടുന്നത്. ഒരു ഇതം മമ എന്ന് പറയുന്ന അതേ കാര്യം. അതൊരു ത്യാഗ സ്വാർത്ഥതയാണല്ലോ. അതെ അതെ അതെ. നമുക്ക് ഒന്നും എൻ്റെ അല്ല. എന്താ എൻ്റെ അല്ലേ? നമ്മളെല്ലാം നാളെ എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ഇത് വന്ന് ഇതിന് ശേഷം ഞാൻ അങ്ങയിൽ ലയിക്കണം, അങ്ങയിൽ ലയിക്കണം എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥനയുള്ളൂ. 2 സമയത്താണത്രേ ഒരു വ്യക്തി എന്തിനാണ് ഇതൊക്കെ, ഇതുകൊണ്ടൊന്നും ഒരു ഫലമില്ലല്ലോ, എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്നത് എന്ന് ചിന്തിക്കുന്നത് 2 സമയത്താണെന്നാണ് പറയുന്നത്. ഒന്നൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോഡിയുമായിട്ട് ശ്മശാനത്തിൽ പോകുന്നു. ആ ബോഡി ദഹിപ്പിക്കുകയോ മറ്റോ മതസ്ഥരെ പോലെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രമങ്ങളുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ബോഡി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച കാര്യമോ, 2 ആഴ്ച മുമ്പ് എൻ്റെ അമ്മാവൻ മരിച്ചപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ഞാനും ഈ ചിന്ത ആ സമയത്ത് വരികയാണെന്ന്. എന്തിനാണ് നമ്മുടെ ജീവിതം? നമ്മൾ എന്തിനാണ് ഈ വെട്ടിപ്പിടിക്കുന്നത്? ഒന്നുമില്ലാതെ തിരിച്ചു പോവാണ്.
ഇത്രേ ഉള്ളൂ. പക്ഷേ ആ ശ്മശാനത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്ത് കിടന്നു. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മായയിലേക്കായി, വീണ്ടും പഴയ ആളായി. ഇത് ഒരു തവണ. മറ്റു രണ്ടാമത്തത് കൃത്യമായിട്ട് ഭക്തിയോടെ അർത്ഥമറിഞ്ഞ് സപ്താഹം കേൾക്കുന്നൊരു വ്യക്തി, അതായത് സപ്താഹം അർത്ഥത്തോടുകൂടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന വ്യക്തിയുടെ സപ്താഹം കേൾക്കണം. ആ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്ത് ചൊല്ലി ആ സപ്താഹം 7 ദിവസവും വൃത്തിയായിട്ട് കേട്ട് ഇരിക്കുന്നൊരു വ്യക്തി ചിന്തിക്കും, എൻ്റെ ഭഗവാനെ എന്തിനാണിത്, ഞാൻ നിന്നിലേക്ക് എത്തേണ്ടതാണ്, എനിക്കൊന്നുമില്ല അതിൽ. ആദ്യം പറഞ്ഞാൽ ഇതം നമമ. അതെ, ആ ചിന്ത അവൻ്റെ മരണം വരെ അവനെ പിന്തുടരും. അത് മായയായിട്ട് പോകുന്നില്ല. ശ്മശാനത്തിൽ നിന്ന് വരുമ്പോൾ മായയായിട്ട് പോയി. പക്ഷേ ഈ സപ്താഹം കേൾക്കുന്ന വ്യക്തിക്ക് അത് മാറില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ക്ഷേത്രത്തിനകത്ത് എത്തി കഴിയുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനോട്? ഭഗവാനെ എൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, അത് ശരിയാക്കണേ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ? അതിനൊരു സിമ്പിളായിട്ട് ഉദാഹരണം ചോദിക്കട്ടെ. അങ്ങ് ജനിച്ചു, അങ്ങ് പറഞ്ഞിട്ടാണോ അങ്ങേക്ക് കുട്ടിക്കാലത്ത് അമ്മ അമ്മിഞ്ഞ പാല് തന്നിരിക്കുന്നത്? അല്ല. അങ്ങ് പറഞ്ഞിട്ടാണോ അങ്ങയുടെ അപ്പി കഴുകി കളഞ്ഞിരിക്കുന്നത്? അല്ല. അങ്ങ് പറഞ്ഞിട്ടാണോ അങ്ങയെ സ്കൂളിൽ ചേർത്തത്? അല്ല. എനിക്ക് വേണ്ടതെന്ന് അമ്മയ്ക്ക് അറിയാം. അല്ലേ? അതെ. അതുപോലെ ദേവനും അറിയാം. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? രക്ഷിക്കണേ, കാത്തോളണേ, എന്ന് പറഞ്ഞാൽ മതി. പോരെ? അവർക്ക് അദ്ദേഹത്തിന് അറിയില്ലേ? അതെ. ബാക്കിയുള്ള പ്രാർത്ഥനയൊക്കെ നമ്മുടെ സ്വാർത്ഥതയല്ലേ? അതെ. എനിക്ക് ഈ കപ്പ് വേണം, എനിക്കിത് വേണം, ഇതൊക്കെ എൻ്റെ സ്വാർത്ഥത. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 100 രൂപ തന്നോളാം, അത് ചെയ്തു തന്നാൽ ഞാൻ. ഭഗവാൻ നമ്മുടെ പണിക്കാരനാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറും കൈയോടെ കുട്ടികളെ കാണാനും മഹാന്മാരെ കാണാൻ പോകുമ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോഴും വെറും കൈയോടെ പോകരുത്. കൊച്ചു കുട്ടികളെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഒരു മിഠായികൾ കരുതും. അതേപോലെ മഹാന്മാരെ കാണാൻ പോകുമ്പോൾ അവർക്കുള്ള എന്തെങ്കിലും ഒന്ന് കരുതണം. അതേപോലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കുറച്ച് പുഷ്പമെങ്കിലും, കുറച്ച് എണ്ണ, അതേപോലെ എന്തെങ്കിലും ഒരു ദ്രവ്യം, പുഷ്പം പത്രം ഫലം തോയം എന്ന് പറയുന്ന പോലെ കൊണ്ട് സമർപ്പിക്കുക. ഭഗവാനെ കാത്തോളേ, മതി. അത് അത്രേ ആവശ്യമുള്ളൂ. അല്ലാണ്ട് ബാക്കിയൊക്കെ നമ്മുടെ സ്വാർത്ഥതയാണ്. എൻ്റെ അഭിപ്രായം കേട്ടോ. അതെ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം ഞാൻ അതേ പതിവുള്ളൂ. അത് ചെയ്താൽ അദ്ദേഹം ഫലം തരും. പിന്നെ നമ്മുടെ ധൃതിയാണ്, എനിക്കത് വേഗം കിട്ടണം, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇതെന്നാണ് എൻ്റെ തോന്നുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക്. ഏറ്റവും പരമപ്രധാനം ശുദ്ധം. അതെ. ശരീരശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി, ദ്രവ്യശുദ്ധി, സ്ഥലശുദ്ധി. ഈ 5 ശുദ്ധികൾ നമ്മൾ പാലിച്ചാൽ ക്ഷേത്രത്തിൽ പോയാൽ ഫലം ഉണ്ടാവും. അതാണ്. നമസ്തേ.